ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് കൊച്ചി മഞ്ഞുമലിൽ നിന്നും 2006 കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് പറയുന്നത്. അവിടുത്തെ പ്രശസ്തമായ ഗുണാക്കേവ് കാണാൻ ഇറങ്ങുന്നതും കൂട്ടത്തിലൊരാൾ ഗുഹയിലെ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നതും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ സ്വന്തം ജീവൻ പണയം വെച്ച് കൂട്ടുകാരനെ രക്ഷപ്പെടുത്തുന്നതെല്ലാമാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയെടുത്ത സിനിമയുടെ കഥ. മഞ്ഞുമലിൽ നിന്നും വന്നവർ പോയ കൊടൈക്കനാൽ നമ്മളിൽ പലരും യാത്ര പോയൊരിടമാണ്. കോടയും തണുപ്പും നിറഞ്ഞു നിൽക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിനപ്പുറം നിരവധി നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരിടം കൂടിയാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിലെ പഴനി മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കൊടയുടെ ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്കുള്ള വളർച്ചയുടെ വിത്തുകൾ പാകുന്നത് ബ്രിട്ടീഷുകാരാണ്. സ്വാതന്ത്ര്യത്തിനു മുൻപ് 1800കളുടെ തുടക്കത്തിൽ പര്യവേഷണങ്ങളുടെ ഭാഗമായി കൊടൈ മലകളിൽ എത്തിപ്പെടുന്ന ബ്രിട്ടീഷുകാർ അവിടുത്തെ തണുത്ത കാലാവസ്ഥയിൽ ആകൃഷ്ടരാകുന്നു. കൊടിയ വേനലിൽ സമതല പ്രദേശങ്ങളിലെ കടുത്ത ചൂടിൽ നിന്നും ആശ്വാസം എന്നോണം കൊടൈക്കനാലിനെ വേനൽക്കാലത്തെ സ്ഥിരം സന്ദർശക കേന്ദ്രമാക്കി അവർ മാറ്റി. 1914 കൊടൈക്കനാലിലേക്കുള്ള ചുരത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ പതിയെ അവിടെ ഒരു പർവ്വത നഗരം സ്ഥാപിതമാകുകയായിരുന്നു. തണുത്ത കാലാവസ്ഥ, അഗാധമായ കൊക്കകൾ, മലക്ക് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊടൈ തടാകം, മഴയും മഞ്ഞും കോടയും മാറി വരുന്ന വശ്യമനോഹരിയായ കൊടൈക്കനാൽ, മനം മയക്കുന്ന കാഴ്ചകളും സുഖം പകരുന്ന കാലാവസ്ഥയും തേടി അല്ലാതെ കൊടൈക്കനാൽ കയറുന്ന ചിലരുമുണ്ട്. അവരുടെ ലക്ഷ്യം ചാർലിയിൽ മീശപ്പുലിമലയിലെ പെയ്തിറങ്ങുന്ന മഞ്ഞിനോട് ചേർത്ത് ദുൽഖർ പറഞ്ഞ മാജിക് മഷ്റൂം. കൂൺ വിഭാഗത്തിൽപ്പെടുന്ന സിലോസൈബിൻ കൂണുകളാണ് മാജിക് മഷ്റൂംസ് എന്നറിയപ്പെടുന്നത്. സൈക്കഡലിക് ലഹരി പദാർത്ഥമായ സിലോസൈബിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൈക്കോ ആക്റ്റീവായിട്ടുള്ള ഫലം തരാൻ സാധിക്കുന്ന ഇത്തരം കൂണുകൾ ലോകത്തിന്റെ പല ഭാഗത്തും റീക്രിയേഷണൽ ഡ്രഗായും മെഡിക്കൽ പർപ്പസുകൾക്ക് വേണ്ടിയുമെല്ലാം ഉപയോഗിച്ചു വരുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പുരാതന കാലത്തെന്നും ഉപയോഗിച്ചു തുടങ്ങിയ ഈ മാജിക് മഷ്റൂമുകൾ സുലഭമായി കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് കൊടൈക്കനാൽ. ഇന്ത്യയിൽ നിയമവിരുദ്ധമായ ഈ കൂണുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന LSD ഉപയോഗത്തിൽ ഉണ്ടാകുന്നതിന് സമാനമായ ഇല്ലാത്ത കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഹാലൂസിനേഷനും ഉന്മാദാവസ്ഥയും കാഴ്ചയിലും കാണുന്ന കളറുകളിലുമെല്ലാം അനുഭവപ്പെടുന്ന അതിപ്രസരവുമെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടി കൊടൈക്കനാൽ കയറുന്ന ആളുകളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. ഫഹദ് ഫാസിൽ നായകനായ കാർബൺ സിനിമയുടെ അവസാന ഭാഗത്ത് ഇത്തരം കൂണുകൾ കഴിക്കുന്ന നായകനുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിക്ക് സമാനമായ അവസ്ഥകളും ഇത്തരം കൂണുകൾ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാജിക് മഷ്റൂം ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിലും ബ്രിട്ടീഷുകാർ കൊടൈക്കനാൽ അവരുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിന് പിന്നിലെ കാരണം അതായിരുന്നില്ല. തണുത്ത കാലാവസ്ഥയ്ക്കും പ്രകൃതി ഭംഗിക്കുമൊപ്പം കൊടൈക്കനാൽ നിൽക്കുന്ന ജിയോഗ്രഫിക്കൽ പൊസിഷനും അതിനൊരു കാരണമായി മാറുന്നുണ്ട്. ഇയോബിന്റെ പുസ്തകത്തിൽ ഫഹദ് ഫാസിലിന്റെ അലോഷി എന്ന കഥാപാത്രം മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് നിലവിലില്ലാത്ത മൂന്നാറിനെയും കൊടൈക്കനാലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കാട്ടുപാതയെക്കുറിച്ചാണ് സിനിമയിൽ പറയുന്നത്. എസ്കേപ്പ് റൂട്ട് എന്ന പേരുള്ള ആ വഴിക്ക് പുറകിലും ഒരു കഥയുണ്ട്. 1800കളുടെ അവസാനം മധുരയ്ക്കും കൊച്ചിക്കുമിടയിലെ പശ്ചിമഘട്ടത്തിലെ അധികമാരും കടന്നു ചെല്ലാത്ത മലകളിലേക്ക് ബ്രിട്ടീഷുകാർ വഴി തേടി അലയുന്ന കാലം. പെരിയാറിന്റെ ഓരം പിടിച്ച് നടന്നു കയറിയവർ മൂന്നാറിലെ കണ്ണൻ ദേവൻ മലനിരകളിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്തു. തേയില നിറഞ്ഞു നിൽക്കുന്ന ഈ പ്ലാന്റേഷന്റെ ഒരറ്റം ടോപ്പ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തായിരുന്നു. അവിടുന്ന് കേബിൾ കാർ വഴി ബോഡി നായ്ക്കന്നൂരിലേക്ക് ചരക്കെത്തിക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കി. ടോപ്പ് സ്റ്റേഷൻ മുതൽ കൊടൈക്കനാൽ വരെ കാടും പുൽമേടും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായിരുന്നു. അവിടെ ട്രെക്കിംഗ് നടത്തിയിരുന്ന ഒരു ഒറ്റയടി പാത അധികം വൈകാതെ കൊച്ചിയെ മൂന്നാർ വഴി കൊടൈക്കനാലുമായി ബന്ധിപ്പിക്കുന്ന ചെറുവാഹനങ്ങൾക്ക് പോകാവുന്ന ഒരു റോഡായി അവർ മാറ്റി. രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഈ വഴിക്ക് എസ്കേപ്പ് റൂട്ട് എന്ന പേര് വരുന്നത്. അന്ന് കൊടൈക്കനാലിൽ ബ്രിട്ടീഷുകാർ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ വലിയ തുറമുഖമായ മദ്രാസ് പോർട്ടിൽ ജപ്പാൻ ബോംബിടുന്നതും അന്നത്തെ ജർമ്മനിയുടെ വലിയ കപ്പലുകളിലൊന്നായ SMS എംഡൻ മദ്രാസിന്റെ തീരത്തെത്തി അക്രമത്തിന് മുതിരുന്നതും മദ്രാസിലെ ബ്രിട്ടീഷ് അമേരിക്കൻ പൗരന്മാരെ പ്രാണരക്ഷാർത്ഥം കൊടൈക്കനാൽ മലകളിലേക്ക് രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്ന കാലത്താണിത്. മദ്രാസ് തുറമുഖം അച്ചുതണ്ട് ശക്തികൾ പിടിച്ചടക്കിയാൽ പഴനി മലനിരകളിലേക്ക് അവരുടെ സൈനിക നീക്കം ഉണ്ടായാൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ കണ്ടിരുന്ന വഴിയായിരുന്നു മൂന്നാറിലേക്ക് ഈ കാട്ടുവഴിയിലൂടെ കടന്ന്
അവിടുന്ന് കൊച്ചി തുറമുഖത്തെത്തി കപ്പലിൽ ബ്രിട്ടനിലേക്ക് രക്ഷപ്പെടുകയെന്നത്. രക്ഷപ്പെടലിനായി കണ്ടിരുന്നതിനാൽ ആ വഴിക്ക് അന്നു മുതൽ എസ്കേപ്പ് റൂട്ട് എന്ന പേരും വന്നു. 80 കിലോമീറ്റർ ദൂരമുള്ള ഈ വഴിയുടെ വികസനത്തിന് സ്വാതന്ത്ര്യാനന്തരവും നടപടികളൊന്നും ഉണ്ടായില്ല. ഇടക്കാലത്ത് മോട്ടോർ റാലി ഡ്രൈവർമാരും സാഹസികരായ യാത്രക്കാരും ഇതുവഴി വണ്ടി ഓടിച്ചു പോയി. വളവും തിരിവും ചുരവും നീർച്ചോലകളും താണ്ടി പോകേണ്ടിയിരുന്ന ഈ വഴി 1990കളോടുകൂടി തമിഴ്നാട് വനം വകുപ്പ് വഴിയിൽ ട്രഞ്ച് കീറി വാഹന ഗതാഗതം നിർത്തലാക്കിയതോടുകൂടി പൂർണ്ണമായും അടക്കപ്പെട്ടു. 2003 ഈ പ്രദേശത്ത് കേരളത്തിൽ ഉൾപ്പെടുന്ന ഭാഗത്ത് പാമ്പാട് ഷോല നാഷണൽ പാർക്കും തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ വന്യജീവി സങ്കേതവും വന്നതോടുകൂടി ഈ വഴി പൂർണ്ണമായും നിരോധിത മേഖലയായി മാറി. വനവാസകാലത്ത് പാണ്ഡവർ എത്തിച്ചേർന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടമാണ് ഗുണ കേവ്സ്. തൂണുകൾ അഥവാ പില്ലർ പോലെയുള്ള കുത്തനെ നിൽക്കുന്ന 3 പാറകൾക്കിടയിലുള്ള ഗുഹ കണ്ടെത്തുന്നത് 1821 അമേരിക്കക്കാരനായ BS വാർഡാണ്. പാണ്ഡവർ അവരുടെ അടുക്കളയെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്ന മിത്തും വവ്വാലും മറ്റു ചെറു ജീവികളുടെയും വാസസ്ഥലമാണെന്നതും തണുപ്പും ഇരുട്ടും നിറഞ്ഞ നിഗൂഢമായ അന്തരീക്ഷവും ഒക്കെ കാരണം ഈ ഗുഹ ഡെവിൾസ് കിച്ചൺ അഥവാ സാത്താന്റെ അടുക്കള എന്നറിയപ്പെട്ടു. ചോലമരക്കാടുകൾക്കും വളർന്നു നിൽക്കുന്ന പുൽക്കൂട്ടങ്ങൾക്കുമിടയിൽ അഗാധ ഗർത്തത്തിന് മുകൾ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗുഹയുടെ തറഭാഗം. പലയിടത്തും ആഴം കണക്കാക്കാൻ സാധിക്കാത്തത്ര താഴ്ചയുള്ള കുഴികളുണ്ട് ഇവിടെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇക്കാലത്തിനിടയ്ക്ക് 16ഓളം പേർക്ക് ഈ ഗർത്തത്തിലേക്ക് വീണ് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പോലും മൃതദേഹം ഇക്കാലത്തിനിടയ്ക്ക് കണ്ടെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. 1991 കമൽഹാസൻ നായകനായ ഗുണ മൂവി ഈ ഗുഹയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. അതുമൂലമാണ് ഈ ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന പേര് വരാൻ കാരണം. അപകടം പതിയിരിക്കുന്ന ഗുണ കേവിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഇക്കാലത്തിനിടയ്ക്ക് ഗുഹയിൽ വീണവരിൽ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ച ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. 2006 എറണാകുളം മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോയ സംഘത്തിലെ സുഭാഷ് ആണത്. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള ഈ തിരിച്ചുവരവിന്റെ കഥയാണ് പറയുന്നത്. മോഹൻലാലിന്റെ ഷിക്കാർ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളും ഗുണ കേവിൽ വെച്ചാണ് ചിത്രീകരിച്ചിരുന്നത്. പ്രദേശവാസികൾ ഇന്നും ക്ഷുദ്രശക്തികളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഓരോ കാൽവെപ്പിലും മരണത്തിന്റെ തണുപ്പുള്ള, ഇന്നും ആഴവും പരപ്പും കണ്ടെത്താത്ത കനത്ത നിഗൂഢതകൾ ഉറങ്ങുന്ന ഒരിടമാണ് ഗുണ കേവ്സ്. മതികെട്ടാൻ ചോല ഇടുക്കി ഉടുമ്പൻചോലയിലുള്ള ഒരു ദേശീയ ഉദ്യാനമാണ്. എന്നാൽ കൊടൈക്കനാലിൽ ബെർജിൻ തടാകത്തിനടുത്തൊരു മതികെട്ടാൻ ചോലയുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പളനി മലകളിലെ നിബിഡമായ ചോലവന പ്രദേശമാണത്. തമിഴിൽ മതികെട്ടാൻ ചോല എന്ന വാക്കിനർത്ഥം മനസ്സിനെ കുഴപ്പത്തിലാക്കുന്ന ചോല എന്നാണ്. മനുഷ്യസ്പർശം അധികം ഏൽക്കാതെ ഇടതിങ്ങി വളരുന്ന ഈ കാടിനുള്ളിലേക്ക് കയറിപ്പോയവരൊന്നും തിരികെ എത്തിയില്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാട് കയറുന്നവന് വന്ന വഴി മറന്നു പോകുകയും ദിക്കറിയാതെ വഴി തെറ്റി കാടിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞൊടുവിൽ മരണപ്പെടുകയും ചെയ്യും. ഇങ്ങനെ മരണപ്പെട്ടവരുണ്ടെന്നാണ് പ്രദേശത്തുള്ളവരുടെ വാദം. കാടിനുള്ളിലെ ഏതോ ഒരു അജ്ഞാത പുഷ്പത്തിന്റെ ഗന്ധമാണ് ഇതിന് കാരണമെന്നാണ് ഒരു വാദം. എന്നാൽ ഔദ്യോഗികമായി മതികെട്ടാൻ ചോലയിൽ ആരെങ്കിലും മരണപ്പെട്ടതായോ മറ്റോ റിപ്പോർട്ടുകൾ ഒന്നുമില്ല. കെട്ടുകഥകളും വിശ്വാസങ്ങളും അതിന് സാധ്യത നൽകുന്ന പ്രദേശങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കൊടൈക്കനാൽ. യൂറോപ്യരും അമേരിക്കക്കാരും പണ്ടേ വന്നെത്തിയ ഇടം. മനം മയക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യത്തിനപ്പുറം അപൂർവ സസ്യങ്ങളും ജന്തുജാലങ്ങളുമുള്ള കൊടൈക്കനാലിന് പറയാൻ ഇനിയുമേറെ കഥകളുണ്ട്. ഏറെ അകലെയല്ലാതെ മന്നവന്നൂരും കൂക്കലുമുള്ള ടേബിൾ ടോപ്പ് കൃഷിയും നിലവിൽ പ്രവേശനം നിയന്ത്രിച്ച നിബിഡ വനത്തിലെ തടാകങ്ങളും പുൽമേടുകളും അറിഞ്ഞതും അറിയാത്തതുമായ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരിടം. അവിടുത്തെ നിഗൂഢതകളിൽ പലതും കെട്ടുകഥകളായിരിക്കാം. പ്രകൃതി തീർത്ത വിസ്മയത്തിന് മുന്നിൽ മനുഷ്യന് അർത്ഥം നൽകാൻ സാധിക്കാത്തതുമാകാം. കേരളത്തിൽ നിന്നും അധികം അകലെയല്ലാതെ കൊടൈക്കനാൽ കാത്തിരിപ്പുണ്ട്, തണുപ്പും കോടയും അതിൻ്റെ നിഗൂഢ സ്വഭാവവുമായി.